അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വലായിഫുൽ ലുഗ മഹുവ, ഭാഷയുടെ ഡ്യൂട്ടീസ്, പ്രവർത്തനങ്ങൾ, ജോലികൾ എന്തൊക്കെയാണ് എന്നാണ് ചോദ്യം. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മളതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. കാരണം 2 മാർക്കിനൊക്കെയാണ് അധികവും ഇത് ചോദിക്കാറ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതിയാകും. തുഅദ്ദു ലില്ലുഗതി വളീഫത്തുൻ ഹയവിയ്യത്തുൻ മുഹിമ്മത്തുൻ ഫി ഹയാത്തിൽ ഇൻസാൻ. മനുഷ്യജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയായിട്ട് ഭാഷയെ എണ്ണപ്പെടുന്നുണ്ട്. ഫഹിയ വസീലത്തുൽ ബശരി ലിൽ ഇത്തിസാലി ബി ആലമിഹി. ലോകവുമായി ബന്ധിപ്പിക്കാൻ, കണക്റ്റ് ചെയ്യാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് വലായിഫുൽ ലുഗ എന്ന് പറയുന്നത്. വത്തഅബീരി അൻ ദാത്തിഹി, സ്വത്വത്തെ എക്സ്പ്രഷൻ ചെയ്യാൻ, പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ്. വ ഇഷ്ബാഇൻ അൻ ഹാജാത്തിഹി, ആവശ്യങ്ങളെ നിർവഹിക്കാനുള്ള, തൃപ്തിപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് വലായിഫുൽ ലുഗ എന്ന് പറയുന്നത്. വമിൻ വലായിഫുൽ ലുഗ ലാംഗ്വേജ് ഡ്യൂട്ടീസ്, ഭാഷയുടെ ജോലികൾ, പ്രവർത്തനങ്ങൾ ഓരോന്നായി വിശദീകരിക്കാം. പോയിൻറ്റ്സ് മാത്രം പറയലാണ് ഏറ്റവും യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്നാമത്തേത് അൽ വളീഫത്തുൽ ഫിക്രിയ, ചിന്താപരമായിട്ട് ഭാഷയ്ക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി. ഒരു മനുഷ്യന് അവൻ്റെ വൈകാരികതയെ, ചിന്തകളെ, ആശയങ്ങളെ മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി ഭാഷ അത്യാവശ്യമായി വരുന്നു. 2 അൽ വളീഫത്തുൽ ഇജ്തിമാഇയ്യ, മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കാൻ ഭാഷ അത്യാവശ്യമാണ്. അത് മറ്റുള്ളവരുമായി അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് പങ്കുവെക്കാനും സംസാരിക്കാനും അത് മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. 3 അൽ വളീഫത്തു അൻ നഫ്സിയ്യ, മാനസികമായിട്ടുള്ള ഡ്യൂട്ടി. നഫ്സിയ എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ഡ്യൂട്ടി ഭാഷയ്ക്ക് നിർവഹിക്കാനുണ്ട്. ചില കാര്യങ്ങളെ വിശദമായി വിശകലനം ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ ഭാഷ കൊണ്ടാണ്. 4 അൽ വളീഫത്തുൻ നഫ്ഇയ്യ, ഉപകാരപ്രദമായിട്ടുള്ള, യൂസ്ഫുള്ളായിട്ടുള്ള എന്നർത്ഥമാണ്. നമ്മുടെ ചിന്തകളെ എക്സ്പ്രഷൻ ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനും ഒക്കെ ഭാഷ ഉപയോഗിക്കപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 5 അൽ വളീഫത്തു തൻളീമിയ്യ, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ, ഒരു ഡ്യൂട്ടി ഭാഷയ്ക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനും നമ്മുടെ പെരുമാറ്റത്തെ അളക്കാനും ഭാഷയ്ക്ക് സാധിക്കും, അതിനായി ഉപയോഗിക്കുന്നുണ്ട്. 6 അൽ വളീഫത്തു അത്തഫാഉലിയ്യ, സമൂഹത്തിൽ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്താൻ ഭാഷ ഉപയോഗിക്കുന്നു എന്നതാണ് അൽ വളീഫത്തു തഫാഉലിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 അൽ വളീഫത്തു ശഖ്സിയ്യ, ഭാഷയെ ഒരു വ്യക്തിയുടെ ദിശയെ കൃത്യമായി കാണിക്കാനും അവൻ്റെ വൈകാരികതയെ എക്സ്പ്രഷൻ ചെയ്യാനും ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഭാഷയെ ഉപയോഗിക്കുന്നു. 8 അൽ വളീഫത്തുൽ ഇക്തിശാഫിയ്യ, ഒരു മനുഷ്യൻ ആ മനുഷ്യനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതിയെ മനസ്സിലാക്കാനും കണ്ടുപിടുത്തത്തിനും ഭാഷയെ ഉപയോഗിക്കുന്നു. 9 അൽ വളീഫത്തു തഖയ്യുലിയ്യ, സാങ്കല്പികമായിട്ടുള്ള ഡ്യൂട്ടി.
അതായത് വികാരങ്ങളെ, അനുഭവങ്ങളെ, പ്രവർത്തനങ്ങളെ പ്രതിഫലനം ചെയ്യാൻ ഭാഷയെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. 10 അൽ വളീഫത്തുൽ ഇഖ്ബാരിയ, അടുത്ത തലമുറകളിലേക്ക് പുതിയ അറിവുകളെ നീക്കം ചെയ്യാൻ ഭാഷയെ ഉപയോഗിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 11 അൽ വളീഫത്തു റുമുസിയ, കണ്ടെത്തലുകളേക്ക് സൂചിപ്പിക്കുന്ന സിംബലുകളായി ഭാഷയെ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഭാഷയെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഷയ്ക്ക് ഒരുപാട് ഡ്യൂട്ടീസ് നിർവഹിക്കാനുണ്ട്. ഇത് കൃത്യമായി ആവശ്യമുള്ളത് മാർക്കിനനുസരിച്ച് എഴുതുക. അസ്സലാമു അലൈക്കും.